ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി അടുത്തേക്ക് വന്ന് പറയാണ്, ആദർശ് നയനയും കൂടി നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്ത് അവരൊന്ന് പറയാൻ പോലും സമ്മതിച്ചില്ല. നവീൻ്റെ ജാതകം നന്ദുവിനായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിനി കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അതെ, അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം പോയി പറഞ്ഞതാണല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ വാക്ക് കൊടുക്കുകയും ചെയ്തു, ഇനി അനിയായിട്ടുള്ളൊരു ശല്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ വരുന്ന അനിതയെ ഒരാളും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നിൽക്കണം. മുത്തശ്ശ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് മുത്തശ്ശ. എന്താടാ എന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശ, എനിക്ക് നാളെ ഡിവോഴ്സ് കിട്ടുമോ മുത്തശ്ശ? എടാ, അത് പിന്നെ നവീനല്ലേ കേസ് ബാധിക്കുന്നത്, നിനക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തീരെ അങ്ങോട്ട് വിശ്വാസമില്ല മുത്തശ്ശ. മുത്തശ്ശൻ ഏതായാലും നവീൻ്റെ വീട്ടിലേക്ക് ഒന്നും വിളിക്കണം, വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കണം. അവനെന്താ പറയുന്നതെന്ന് കാണാമല്ലോ. എനിക്ക് ഉറപ്പാണ് നവീൻ എന്നെ ചതിക്കും. ഉറപ്പായിട്ടും അവൻ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകില്ല മുത്തശ്ശ. എനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. എത്ര നാളായി അനാമിക എന്ന തലവേദന എൻ്റെ തലയിൽ തന്നെ കിടക്കുന്നു. അതൊന്ന് ഒഴിച്ചു മാറ്റാനായിട്ട് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ നടക്കും മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ, നിനക്ക് നിൻ്റെ കൂട്ടുകാരനെ വിശ്വാസമില്ലേ? നവീന ആത്മാർത്ഥ ഉള്ളൊരു സുഹൃത്തല്ലേ? അപ്പോൾ പിന്നെ എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? അവൻ ആത്മാർത്ഥ സുഹൃത്തൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവൻ എന്നോട് ആത്മാർത്ഥത കാണിക്കില്ല. കാരണം എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദുവിനായിട്ടുള്ള ഇഷ്ടം തുറന്നു പറയുന്നു. അങ്ങനെയൊക്കെ അവന് ശരിയായൊരു ധാരണയുണ്ട്. ഇപ്പോൾ നന്ദുവിൻ്റെയും നവീൻ്റെയൊക്കെ കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കാൻ പോവുകയാണല്ലോ. ആ സമയത്ത് എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുമെന്ന് അവനറിയാം. അതുകൊണ്ടാ മുത്തശ്ശ അവനിതിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ച് മാറുന്നത്. ഇതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്. നീ അവൻ നല്ലൊരു പയ്യനാണ്. പിന്നെ നന്ദുവിനായിട്ടുള്ള ആ ഒരു ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞു. പക്ഷേ നിൻ്റെ ഇഷ്ടം ഇതുവരെയായിട്ടും ഈ നവീൻ അറിയില്ലല്ലോ. അവനറിയാം മുത്തശ്ശ. അതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തോടു കൂടി തന്നെ നടക്കുകയാണ് അവൻ എന്നെ ചതിക്കും മുത്തശ്ശ. ഇനി അഥവാ ഡിവോഴ്സ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കിനി വേറൊരാളെ ഒന്ന് അന്വേഷിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് ഈ അവന്തികയുമായിട്ടുള്ള കല്യാണത്തിനൊന്നും എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത് മുത്തശ്ശ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നന്ദുവിനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേണ്ടെന്നേ. പക്ഷേ വേറൊരു കല്യാണത്തെക്കുറിച്ച് എന്നോട് പറയാൻ നിൽക്കരുത് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സങ്കടം തോന്നിക്കണം. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതായാലും നരസിംഹമൂർത്തി ഒന്ന് വിളിച്ചൊന്ന് പറഞ്ഞേര്. പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ എങ്ങനെയാണ് വസുന്ധരെ അയാളെ വിളിക്കുന്നത്? നമ്മളിങ്ങനെ തെരുതെരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒന്നാമത് തന്നെ പേരെടുത്ത വക്കീലും നമുക്കൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവരെ വിളിക്കുന്നതെന്നൊക്കെയല്ലേ അവർ വിചാരിക്കുള്ളൂ. ശരി, എങ്കിൽ പിന്നെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് വിളിച്ച് നോക്കാം. കേൾക്കട്ടെ, കേട്ടില്ലെങ്കിൽ വേണ്ട, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനെ അങ്ങനെ വിളിക്കുക. അങ്ങനെ നരസിംഹമൂർത്തിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. നരസിംഹമൂർത്തിയാണെങ്കിൽ നേരെ നവീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോനെ നവീനെ എന്ന് പറഞ്ഞ് വിളിക്കണ്ട. എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, നാളെ ഈ അനിയുടെയും ഈ അനാമികയുടെയും ഡിവോഴ്സ് കാര്യത്തെക്കുറിച്ചല്ലേ ഇത്. ഡിവോഴ്സ് നടക്കുമോ? എനിക്കിപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കുമല്ലോ മുത്തശ്ശ, ശ്രമിക്കാതിരിക്കില്ലല്ലോ. അവൻ എൻ്റെ സുഹൃത്തല്ലേ. പക്ഷേ അവർക്കൊക്കെ എന്തൊക്കെയോ സംശയങ്ങളാണ്. നീ ഈ കേസ് ബാധിക്കോ, കേസ് ജയിപ്പിച്ചെടുക്കോ എന്നുള്ളൊരു സംശയമാണ്. അതെനിക്കറിയാം മുത്തശ്ശ. അവൻ എൻ്റെ മേലിൽ നല്ല സംശയമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവൻ നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ലല്ലോ മുത്തശ്ശ. പക്ഷേ എൻ്റെ മാക്സിമം കഴിവിനനുസരിച്ച് ഞാൻ ഈ കേസ് വിജയിപ്പിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനന്തപുരിയിൽ നിന്ന് എന്നെ മൂർത്തി വിളിച്ചായിരുന്നു, കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവൻ ഡൗട്ട് അടിക്കട്ടെ മുത്തശ്ശ. പക്ഷേ 1 രൂപ പോലും ഈ അനാമികയ്ക്ക് കൊടുക്കാതെ ഈ ഡിവോഴ്സ് എങ്ങനെ നടത്തണമെന്നാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നവീനാണെങ്കിൽ അവനെന്നെ തീരെ വിശ്വാസമില്ല. ഞാൻ ഡിവോഴ്സ് മേടിച്ച് കൊടുക്കുകയോ ഇല്ല എന്നുള്ളൊരു സംശയമാണ് അവന്. ഏതായാലും അങ്ങനെ സംശയിച്ചുകൊണ്ട് തന്നെ ഇരുന്നോട്ടെ. നാളെ കോടതിയിൽ അറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്, നാളെ കോടതിയിൽ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനാമികയും വേണു, അതേപോലെ തന്നെ വേണുവിൻ്റെ ഭാര്യ രേവതിയും കൂടി ഇരുന്ന് പറയുക.
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ ഡിവോഴ്സ് നടക്കുമോ? ഓ, ഡിവോഴ്സ് നടന്നാലും നമുക്ക് കിട്ടേണ്ട തുക നമുക്ക് കിട്ടിയിരിക്കണം, അല്ലാതെ കാര്യം നടക്കാനായിട്ട് പോകുന്നില്ല. നമ്മൾ തുക മേടിച്ചെടുക്കുമല്ലോ, മേടിച്ചെടുത്താലല്ലേ നമ്മൾ ഡിവോഴ്സ് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് പോകുന്നില്ല. അല്ല, ഇനി ആ നവീൻ വക്കീൽ നമുക്കിട്ട് പാര വെക്കോ? എന്ത് പാര? ഒരിക്കലും അനിയുടെ കയ്യിൽ നിന്നും ആ ഒരു സ്വത്തുക്കൾ മേടിച്ചെടുക്കാതെ നമ്മൾ ഇനി പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ കിടന്ന് കിണുകിണാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതേ നവീൻ വക്കീലിൻ്റെ കോള് വരുന്നത്. നവീനാണല്ലോ വിളിക്കുന്നത്. എന്താണാവോ ഏതാണാവോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്, വക്കീൽ സാറേ, എന്താ സാറേ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നാളെ അറിയാലോ കോടതിയിലുള്ള കാര്യങ്ങൾ. അറിയാം സാറേ, ഏതായാലും ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകുമോ സാറേ? ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകില്ല, ഏകദേശം നാളെ ഒരു ഉറപ്പാകും. അപ്പോൾ പൈസ കിട്ടുമെന്നാണ് സാറ് പറയുന്നത്. പൈസ ഒരു തരി പോലും കിട്ടുമൊന്നുമില്ല. കിട്ടൂലെന്നോ? അത് സാറാണോ തീരുമാനിക്കുന്നത്? ഞങ്ങൾക്ക് പൈസ കിട്ടാതെ ഈ ഡിവോഴ്സ് നടക്കാൻ പോകുന്നില്ല എൻ്റെ പൊന്ന് സാറേ. ഒരിക്കലും ഈ ഡിവോഴ്സിന് ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. എൻ്റെ മോൾക്ക് നീതി കിട്ടിയിരിക്കണം. എടോ, തൻ്റെ മോൾക്ക് നീതി കിട്ടാൻ വേണ്ടി അവൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോടോ? ഒരു നല്ല കാര്യം ചെയ്യാതെ എൻ്റെ മോൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ നീതി കിട്ടാനായിട്ട് പോകുന്നത്? കാരണം ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്ക്. തൻ്റെ മോള് വല്ല നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് കൂടുതൽ പറ. നാളെ ഏതായാലും ഈ കേസിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും. എൻ്റെ പൊന്ന് സാറേ, ഞങ്ങൾ പിന്മാറേയില്ല, ഞങ്ങൾ വെള്ളം കുടിക്കുകയില്ല. പറഞ്ഞ പൈസ മേടിച്ചിട്ടേ പോകുള്ളൂ എൻ്റെ പൊന്ന് സാറേ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളെ അനാമികയെ, നവീൻ വക്കീൽ നമ്മൾ ചതിക്കാനുള്ള പുറപ്പാട് തന്നെയാണ്. പക്ഷേ ഈ ഡിവോഴ്സ് കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറാനായിട്ട് പാടില്ല. അവൻ അങ്ങനെ കൂടുതൽ നീതി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അനാമികയും ബാക്കിയുള്ളവരെല്ലാം കൂടി തീരുമാനമെടുക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ആ സമയത്താണ് ആദർശും നയനയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മോനെ അനി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഏട്ടനെ ഞാൻ കാണാതിരിക്കുമായിരുന്നു. എന്തായി? പോയായിരുന്നോ? നന്ദുവിൻ്റെ വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും പോയായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴേക്കും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങൾ വന്നിട്ട് പറയുകയാണ്, നവീൻ്റെ ജാതകം നോക്കി ഇവർ രണ്ടുപേരും കൂടി തമ്മിൽ നല്ല ചേർച്ചയാണ്, ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണമെന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ മോനെ? അതുകൊണ്ടൊന്നും പറയാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറഞ്ഞപ്പോഴേക്കും, അതെ ആദർശേട്ടാ, എനിക്ക് നന്ദുവിനല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ നന്ദുവിനല്ലാതെ വേറൊരാളെ എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല. അത് ഞാൻ സമ്മതിക്കത്തുമില്ല. ഇനിയിപ്പോൾ നാളെ ഡിവോഴ്സ്, ആ ഡിവോഴ്സ് എനിക്ക് കിട്ടിയിരിക്കണം. ഡിവോഴ്സ് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണെന്നും പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് നവീൻ ഇങ്ങനെ അവിശ്വസിക്കുന്നത്? അങ്ങനെ ഒരിക്കലും നവീൻ ചെയ്യില്ലെന്നേ. ആദർശേട്ടൻ കണ്ടോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതിപ്പോൾ തലകീഴെ മറിയുന്നൊരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. നവീനറിയാം എൻ്റെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും നന്ദുവിൻ്റെയും ചിലപ്പോൾ കല്യാണം നടന്നാലോ എന്ന്. എൻ്റെ ഡിവോഴ്സ് നടന്നില്ലെങ്കിൽ വേറൊരു കല്യാണം നടത്താനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. പക്ഷേ ആദർശേട്ടാ, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആദർശേട്ടാ. എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കണം. അനാമിക എന്ന് പറഞ്ഞ ആ പിശാച്ച് എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനിയാണെങ്കിൽ ഭയങ്കര മുട്ടൻ കരച്ചില്ല. ഈ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സമാധാനിപ്പിക്കാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുള്ളതൊരവസ്ഥയും. അങ്ങനെ ഈ അനിയാണെങ്കിൽ അവിടെ നിന്ന് കയറി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും അതേപോലെ തന്നെ കനകത്തിനെയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നവീൻ്റെയും നന്ദുവിൻ്റെയും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു കയറി വരുന്നത്. അപ്പോൾ നന്ദൂട്ടൻ വരുന്നുണ്ട് എന്ന് പറയുകയാണ് കനകം. അപ്പോൾ മോളെ നന്ദൂട്ട, അതേ ഇന്നേ നവീൻ്റെയും മോളുടെയും ജാതകം നോക്കിയായിരുന്നു കേട്ടോ. ജാതകം തമ്മിലേ നല്ല ചേർച്ചയുണ്ട്. ഈ കല്യാണം ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഭംഗിയായിട്ട് നടക്കുമെന്നൊക്കെയാണ് ജ്യോത്സ്യം പറയുന്നത്. അപ്പോൾ അത് നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ കണ്ടില്ലേ അവളോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ മുഖത്ത് ഒരു സന്തോഷവും കാണാനില്ല. എന്താ നോക്കിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് നന്ദൂട്ടാ,
ദേ നിന്റെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്ത, ഞാനതിനെ സന്തോഷിക്കുന്നത് അതിൻ്റെ കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഏതായാലും ഡിവോഴ്സ് നടക്കോ ഇല്ലെന്നൊക്കെ അറിയട്ടെ, അതിന് ശേഷമല്ലേ നാളെ അതിന് ഡിവോഴ്സ് അല്ലേ. അതിന് ഡിവോഴ്സ് ആണെങ്കിൽ നിനക്ക് എന്താണ് ഇപ്പോൾ പ്രശ്നം? നീ എന്തിനാ അതിൽ കയറി ഇടപെടാനായിട്ട് പോകുന്നത്? അല്ല അവനും എൻ്റെ സുഹൃത്ത് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദു പറയാണ്, അതിന് അമ്മയ്ക്ക് എന്താ അമ്മേ, നവീനേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഞാൻ അവിടെ എത്ര പ്രാവശ്യം ചെന്നിട്ടുണ്ട്, എന്നിട്ട് എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല, ഒന്ന് സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ എന്നെ നവീനേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമോ? ആ അമ്മയുടെ സമ്മതം ഇല്ലാതെ എന്തെങ്കിലും നടക്കാനായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അതൊക്കെ ഒത്തോളും, ഒറ്റൊരു മകനല്ലേ, അതുകൊണ്ട് ആ മകൻ്റെ ഇഷ്ടങ്ങൾ ആ അമ്മ സാധിച്ചു കൊടുത്തോളും എന്നും പറഞ്ഞ് കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദുവിന് കലി വന്നിട്ട് അവിടെ നിന്ന് കയറി പോവാം. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളീ പറഞ്ഞൊന്നും. എന്തൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ നടത്തുമെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിയിരിക്കും, അല്ലാതെ ഇത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി. അപ്പം അനിയാണെങ്കിൽ ആകെ അരിശപ്പെട്ടിരിക്കുക. ആ സമയത്ത് അനി നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പം നന്ദു ഫോൺ എടുക്കുകയാണ്. നന്ദു എന്താ തീരുമാനം എന്ന് ചോദിച്ചപ്പോഴേക്കും എന്ത് തീരുമാനങ്ങൾ, അങ്ങനെയൊന്നും തീരുമാനമില്ലല്ലോ. അല്ല നീ നവീനായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കോ എന്ന് ചോദിച്ചപ്പോഴേ നിനക്കിത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? അല്ല നാളെ ഡിവോഴ്സ് നടക്കൂലെന്നുള്ള കാര്യം ഉറപ്പാണ്. അവനെന്നെ ചതിക്കും, നവീൻ എന്നെ ചതിക്കും, ഉറപ്പുള്ള കാര്യം തന്നെയാണ് നവീൻ എന്നെ ചതിക്കുമെന്ന്. നീ എന്തിനാണ് അനി ഇങ്ങനെ പറയുന്നത്? നവീനായിട്ട് നിനക്ക് അത്ര വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഡിവോഴ്സ് നടന്നില്ലെങ്കിൽ അവനല്ലേ അതിൻ്റെ ലാഭം. അപ്പോൾ എൻ്റെ കല്യാണം നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാമെന്ന് അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എൻ്റെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നടന്നില്ലെങ്കിൽ നീ നവീനെ കല്യാണം കഴിക്കുമല്ലേ, നിനക്ക് നവീൻ ഇഷ്ടമാണെന്ന് പറയുമല്ലേ? അങ്ങനെ പറയുമെങ്കിൽ പറയും. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എടാ നന്ദു, അതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. ദേ നവീനായിട്ടുള്ള നാളെ കോടതിയിൽ നീ കണ്ടോ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നാളെ കോടതിയിലല്ലേ, അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കുക. നമുക്ക് നാളെ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറയാണ്. നീ ഇപ്പോൾ ഫോൺ വെച്ചണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, കാണിച്ചു കൊടുക്കാൻ ഞാൻ കോടതിയിൽ എനിക്ക് ഉറപ്പാ അവനെന്നെ ചതിക്കും, കേസുകളെല്ലാം തല കീഴാവൻ മറിച്ചെടുക്കും എന്നൊക്കെ അനിയും പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.